ഇന്നലെ ഇതിൻ്റെ പേരിൽ വഴി തടഞ്ഞു. പക്ഷേ ഈ വഴി തടയാൻ ആഹ്വാനം ചെയ്ത ആളുകളൊക്കെ ഇന്നലെ പാർലമെൻറ്റിൽ പോയി. ബ്രിട്ടാസും ശിവദാസനും റഹീമും രാധാകൃഷ്ണനും ഒക്കെ ഇന്നലെ പാർലമെൻറ്റിൽ പോയി ഒപ്പിട്ടു, ശമ്പളവും വാങ്ങി. അപ്പോൾ സാധാരണ തൊഴിലാളികളെ വഴി തടഞ്ഞ് അവരാരും പണിയെടുക്കണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഇന്നലെ പാർലമെൻറ്റിൽ പോയിട്ട് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാപട്യം, അതാണ് ഇടതുപക്ഷത്തിൻ്റെ കാപട്യം. മാത്രമല്ല, ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയെക്കുറിച്ച് വലിയ പ്രചരണം നടത്തിയിരുന്നു. മുണ്ടക്കൈ ചൂരൽമലയിൽ കേന്ദ്രം അനുവദിക്കുന്നില്ല, പണം അനുവദിക്കുന്നില്ല. പാർലമെൻറ്റിൽ കഴിഞ്ഞ ദിവസം വ്യക്തമായല്ലോ. രണ്ടാം ഗഡു നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കാത്തത് ഒന്നാം ഗഡുവിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്ത സാഹചര്യത്തിലാണ്. ഒന്നാം ഗഡു നൽകിയതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്രത്തിന് കൊടുത്തില്ല. കേന്ദ്രത്തിന് കൊടുക്കാതെ സാമ്പത്തിക ചട്ടങ്ങൾ അനുവദിക്കുന്നില്ല ഒന്നാം ഗഡുവിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാതെ രണ്ടാം ഗഡു നൽകുക എന്നുള്ളത്. അപ്പോൾ ഈ തരത്തിൽ കഴിഞ്ഞ വർഷം നവംബറിൽ 76.16 കോടി കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകാത്തത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളോടെങ്കിലും വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വവും അവർ തയ്യാറാകണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ആഗോള അയ്യപ്പ സംഗമമാണ്. ആഗോള അയ്യപ്പ സംഗമം അത് സംഘടിപ്പിക്കാൻ തീരുമാനമെടുത്ത ഘട്ടത്തിൽ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞിരുന്നു, ഇത് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ, ലോകമെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ സംസ്ഥാന സർക്കാർ ആദ്യം ഉദ്ദേശിച്ചത് MK സ്റ്റാലിനെയാണ്. അതായത് സനാതനധർമ്മം വൈറസാണ് എന്ന് വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാവിനെയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാൻ ഉദ്ദേശിച്ചത്. അവസാനം സ്റ്റാലിൻ തന്നെ പിൻവാങ്ങി, അയ്യപ്പ ഭക്തന്മാരുടെ പ്രതിഷേധത്തെ ഭയന്നുകൊണ്ട്. ഇപ്പോൾ ഈ ഭക്തരുടെ പണം, അയ്യപ്പ ഭക്തന്മാരുടെ പണം, ആ പണമെടുത്ത് കുമരകത്ത് ഹോട്ടലിൽ താമസിക്കാൻ വന്ന ലോകം മുഴുവനുള്ള സമ്പന്നന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയും മുഖ്യമന്ത്രിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷം രൂപയുടെ കട്ടിൽ വാങ്ങാനും മുഖ്യമന്ത്രിക്ക് വേണ്ടി 2 ലക്ഷം രൂപ താമസത്തിന് ചെലവിടാനും ഇല്ലാത്ത ഭജനയുടെ പേരിൽ 8 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ബില്ല് ഉണ്ടാക്കാനും ഇങ്ങനെയുള്ള വളരെ വലിയൊരു തട്ടിപ്പ്, ആ തട്ടിപ്പാണ് എന്നുള്ളത് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. എന്താണ് മുഖ്യമന്ത്രി 2 ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് ഒരു രാത്രി താമസിക്കാൻ വേണ്ടി ചെലവിടുന്ന മുഖ്യമന്ത്രി തൊഴിലാളി വർഗത്തിൻ്റെ നേതാവാണ്. തൊഴിലാളികളുടെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വളരെ വികാരാധീനനായിട്ട് സംസാരിച്ചു എന്ന് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ എത്ര കാലം കഴിഞ്ഞാലും ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണത്തിൽ നിന്ന് ഒരു രാത്രി ചെലവിടാൻ വേണ്ടിയിട്ട് 2 ലക്ഷം ചെലവഴിക്കാൻ അനുവദിക്കാമോ? അങ്ങനെ ചെലവഴിച്ച ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കണ്ടേ? അപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഈ തട്ടിപ്പ് വാസവൻ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ്. വാസവൻ നിയമസഭാ വേദിയിൽ മറുപടി പറഞ്ഞതാണ്, ദേവസ്വം ബോർഡിൻ്റെ ഒറ്റ പൈസ ചിലവാക്കിയിട്ടില്ല എന്ന്. ആ ചിലവാക്കി എന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായല്ലോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമോ എന്നെനിക്കറിയില്ല. പക്ഷേ വാസവന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ദേവസ്വം ബോർഡാണ് വിശദീകരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നാളെ പിന്നെ മന്ത്രിമാർക്ക് എന്താ ഉത്തരവാദിത്തം? മന്ത്രിമാരുടെ ചുമതലയിലുള്ള വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ സ്വയം ബോധ്യപ്പെട്ടിട്ടാണ് മന്ത്രിമാർ സഭയിൽ മറുപടി പറയേണ്ടത്. അതല്ലാതെ ഉദ്യോഗസ്ഥൻ എഴുതി തരുന്നത് അതേപടി വായിക്കുകയാണ് ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിരിക്കാനുള്ള അർഹതയടക്കം യോഗ്യതയടക്കം ആ വ്യക്തിക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഈ തട്ടിപ്പിനെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്, ദേവസ്വം മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ കിഫ്ബിയുടെ പേരിൽ
മാധ്യമ സ്ഥാപനങ്ങൾക്ക് പണം കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മന്ത്രിമാരുടെ സർക്കാരിനെ കുറിച്ചിട്ടുള്ള ഇൻ്റർവ്യൂ, പോസിറ്റീവായിട്ടുള്ള ന്യൂസ്, ഈ ന്യൂസ് ഒക്കെ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെയും അതുപോലെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും സർക്കാർ നടത്തുന്ന പ്രചരണം, ആ പ്രചരണം കൃത്യമായിട്ട് പറഞ്ഞാൽ പെയ്ഡ് ന്യൂസാണ്. ആ പെയ്ഡ് ന്യൂസിന് വേണ്ടി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ പേര് പറഞ്ഞ് എടുക്കുന്ന വായ്പയാണ് കിഫ്ബിയുടെ വായ്പ. ഈ നാട്ടിൽ വികസനത്തിന് വേണ്ടിയിട്ട് എടുക്കുന്ന വായ്പയാണ് കിഫ്ബിയുടെ വായ്പ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പെയ്ഡ് ന്യൂസ്, ആ പെയ്ഡ് ന്യൂസിന് വേണ്ടിയിട്ട് ഈ നാട്ടിലെ സാധാരണക്കാരനെ അവൻ്റെ വയറ്റത്തടിക്കുന്ന, അവനെ ഞെക്കിപ്പിഴിയുന്ന, അവൻ്റെ പേരിൽ വായ്പയെടുക്കുന്ന ഈ സമീപനം ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രം സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ വളരെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഹൈക്കോടതി നടത്തുന്ന അന്വേഷണം 3 മാസമായപ്പോൾ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. ഹൈക്കോടതി കുറ്റവാളിയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഹൈക്കോടതിയുടേതായിട്ടുള്ള പരിമിതികളുണ്ട്. ഹൈക്കോടതിക്ക് ആകെ ചെയ്യാൻ പറ്റുക അവർക്ക് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുക, നിർദ്ദേശിക്കുക എന്നൊക്കെയാണ്. അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ ACR എഴുതാൻ പോകുന്നത് സംസ്ഥാന സർക്കാരാണ്. ആനുവൽ കോൺഫിഡൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയല്ല എഴുതുക. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥനും നാളെ അത് ഒപ്പിടിപ്പിക്കാൻ വേണ്ടി മന്ത്രിയുടെ അടുത്ത് പോകണം. സ്വാഭാവികമായും മന്ത്രി പറയുന്നതേ കേൾക്കുള്ളൂ. വാക്കാലുള്ള ഉത്തരവുകൾ, രേഖാമൂലമുള്ള ഉത്തരവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, ഇത് നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണം നടക്കണമെങ്കിൽ, കുറ്റവാളികളെ മുഴുവൻ തന്നെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണത്തിലൂടെ അത് സാധ്യമാവില്ല. അതുകൊണ്ടാണ് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ ആ ആവശ്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്.